സൂചിപ്പിച്ചതുപോലെ ലഹരി വസ്തുക്കളാണ്, കുട്ടികളുടെ ലഹരി വസ്തുക്കളെ കുറിച്ചാണ് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. ഒരു നല്ല മതത്തിൻ്റെ നല്ല വിശ്വാസങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കണം, എങ്ങനെ ഇത് പ്രാവർത്തികമാക്കണം ജീവിതത്തിൽ എന്ന് നിങ്ങൾ ഉത്തമ ബോധ്യത്തോടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മതം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഞാൻ നിങ്ങളുടെ ഈ 114 സൂറത്തുകളിൽ അല്ലെങ്കിൽ അതിലൊരു ആയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ തന്നെ ആ ഒറ്റ ആയത്തിൽ നിങ്ങൾ വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ തന്നെ നിങ്ങൾ നല്ല ആൾക്കാരായി. വേറൊന്നുമല്ല, ഇന്നമുൽ ഹംറു വൽ മൈസ്റു വൽ അൻസാബു റിജ്സു മിൻ അമലി ശൈത്താൻ ഫജ്തനിബു ലഅല്ലക്കും തത്തഖൂൻ. ഇന്നമുൽ ഹംറു ലഹരി വസ്തുക്കൾ, നമ്മുടെ മദ്യം പോലെയുള്ള, ചാരായം പോലെയുള്ള വസ്തുക്കൾ, മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കൾ, ചൂതാട്ടം, ചീട്ടുകളി, മടുക്കകളി, ഇവിടെയൊക്കെ നമ്മുടെ ഏരിയയിലുള്ള ഒരു കളിയാണ്. ഇത്തരം മോശമായ കളികൾ ഇതൊക്കെ റിജ്സു മിൻ അമലി ശൈത്താൻ, ഇതൊക്കെ ശൈത്താന്റെ പ്രവൃത്തികൾ, പണിയാണ്. ഫജ്തനിബു, അതെല്ലാം വർജിക്കൂ, നല്ല വിശ്വാസിയായി തീരും എന്നാണ് ഈ ഒരു ആയത്ത് പറയുന്നത്. ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാത്ത നിങ്ങൾ നല്ല ആൾക്കാരായി. കാരണം മദ്യപാനവും സമാധാനവും ഉള്ളൊരു ജീവിതം ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാവും തന്നെ. ആ ഒരായത്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇത്രയും നല്ല ഒരു വിശ്വാസിയായി തീർന്നിട്ടുണ്ട്. നിങ്ങൾ പിന്നെ വേറെ ഒന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. ആ ഒരായത്തിൽ ഇത്രയുണ്ട്. അത്രയും എത്രയോ ആയത്തുകൾ ഈ 114 സൂറത്തുകളിലും ആയത്തുകളാണുള്ളത്. ഇതൊക്കെ പഠിച്ചാൽ നിങ്ങൾ ആരായിത്തീരും, എത്ര മഹാന്മാരായിത്തീരും, ഇത്രയും നല്ലൊരു മതം വേറെയുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തിത്തീരും.